Hello students, welcome to Masters Academy. ഇന്ന് നമ്മൾ മെറ്റൽസ് എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റസ്റ്റ് അസസ് എന്ന പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ്. ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ആദ്യത്തെ 2 പാർട്ടുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ ഭാഗങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 8ാം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണും കൂടെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Some metals are listed below. Complete the table by identifying the different uses and the properties which are responsible for the same. നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് മെറ്റൽസ് തന്നിട്ടുണ്ട്, അതിൻ്റെ യൂസും ആ യൂസിന് കാരണമായ പ്രോപ്പർട്ടിയും എന്താണെന്ന് എഴുതണം. നമുക്ക് ഓരോരോ മെറ്റൽസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. നിങ്ങൾക്കറിയാം ഗോൾഡിൻ്റെ യൂസസ് എന്തൊക്കെയാണ്. ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, കോയിൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. 2 യൂസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ടു മേക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിൽ ഉള്ള പ്രോപ്പർട്ടി ഡക്റ്റിലിറ്റി ആണ്. ദെൻ നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് ടു മേക്ക് കോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അവിടെയുള്ള പ്രോപ്പർട്ടി മാലിയബിലിറ്റി ആണ്. ദെൻ നെക്സ്റ്റ് കോപ്പർ യൂസസ് എന്തൊക്കെയാണ്. ടു മേക്ക് ഇലക്ട്രിക്കൽ വയേഴ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. ദെൻ ടു മേക്ക് യൂട്ടൻസിൽ പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അവിടെ ഉപയോഗിച്ചിരുന്ന പ്രോപ്പർട്ടി എന്താണ്. തെർമൽ കണ്ടക്ടിവിറ്റിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മെറ്റൽ ഈസ് അലുമിനിയത്തിൻ്റെ യൂസ് എന്താണ്. നിങ്ങൾക്കറിയാം അലുമിനിയം പാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. പിന്നെ ടു മേക്ക് യൂട്ടൻസിൽ സെയിം പ്രോപ്പർട്ടിയാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ദെൻ ടു മേക്ക് അലുമിനിയം ഫോയിൽസ് നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പം ആ പ്രോപ്പർട്ടി ഏതാണ്. മാലിയബിലിറ്റി ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സിങ്ക് ആണ്. സിങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ. സിങ്ക് തകിടുകളാക്കാൻ വേണ്ടി ഉപയോഗിക്കും, അതായത് തിൻ ഷീറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ട് സിങ്ക് ഉപയോഗിക്കും. ഈ സിങ്ക് ഷീറ്റ്സ് ഉണ്ടാക്കുന്നതിലെ പ്രോപ്പർട്ടി ഏതാണ്. മാലിയബിലിറ്റി ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്. സിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ അയണിൻ്റെ യൂസസ് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. ഒരുപാട് ടൂൾസിൽ നമ്മൾ അയൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്. അതിൻ്റെ ഹാർഡ്നെസ് കാരണമാണ് നമ്മൾ ടൂൾസ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇരുമ്പ് പാത്രങ്ങളുണ്ടല്ലോ, യൂട്ടൻസിലിൻ്റെ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അയൺ ഈസ് എ മെറ്റൽ വിച്ച് കൊറോഡ്സ് ഫാസ്റ്റ്. നിങ്ങൾക്കറിയാം അയൺ എന്താണ്, പെട്ടെന്ന് കൊറോഡ് ആവുന്നൊരു മെറ്റലാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫേവർ ദ കൊറോഷൻ ഓഫ് അയൺ. അയണിൻ്റെ കൊറോഷൻ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ എന്തൊക്കെയാണ്. ഫാക്ടേഴ്സ് ദാറ്റ് ഫേവർ ദ corrosion of iron are oxygen and water vapor in the air, temperature, the presence of chemical salts, pollution, humidity of the environment, etc. അപ്പോൾ എന്താണ് നിങ്ങൾക്കറിയാം. കൊറോഷൻ്റെ മെയിൻ കാരണം എന്താണ്. അറ്റ്മോസ്ഫിയറിലുള്ള കമ്പോണൻസുമായിട്ട് അയൺ റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും വാട്ടർ വേപ്പറും ഒക്കെ ആയിട്ട് എയർ റിയാക്ട് ചെയ്യും. അതുപോലെ ടെമ്പറേച്ചർ നിങ്ങൾക്കറിയാം എന്താണ്. ഈർപ്പമുള്ള കാലാവസ്ഥയാണ്, അങ്ങനെയുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താണ് കൊറോഷൻ പെട്ടെന്ന് സാധ്യമാവും. ദ പ്രസൻസ് ഓഫ് കെമിക്കൽ സോൾട്ട്സിൻ്റെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയൺ കൊറോഡാവും. പൊല്യൂട്ടഡ് അറ്റ്മോസ്ഫിയർ ആണ്, അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് അയണിൻ്റെ കൊറോഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ കോസ്റ്റൽ റീജിയൻസ് കോപ്പർ നെയിൽസ് ആർ പ്രിഫേർഡ് ടു അയൺ നെയിൽസ്. വാട്ട് കുഡ് ബി ദ റീസൺ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കോസ്റ്റൽ റീജിയൻസിൽ കോപ്പർ നെയിലാണ് കൂടുതലായിട്ട് അയൺ നെയിൽസിനേക്കാളും യൂസ് ചെയ്യുക. അതിന് പിന്നിലെ റീസൺ എന്താണെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് കോപ്പർ നെയിൽസ് യൂസ് ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ റീസൺ എന്താണ് കോപ്പർ നെയിൽസ് എന്താണ് കുറച്ചും കൂടി കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. അയൺ പെട്ടെന്ന് എന്താവും കൊറോഡാവും, റെസ്റ്റ് ചെയ്ത് നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോപ്പർ നെയിൽസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഗാൽവനൈസ്ഡ് നെയിൽസ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ കോസ്റ്റൽ റീജിയൻസ്. ഗാൽവനൈസ്ഡ് നെയിൽസ് എന്ന് പറഞ്ഞാൽ സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള നെയിൽസ്, അങ്ങനെയുള്ള നെയിൽസും എന്ത് ചെയ്യുന്നുണ്ട് കോസ്റ്റൽ റീജിയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ക്യാൻ യു സജസ്റ്റ് സം മെഷേഴ്സ് ടു പ്രിവെന്റ് ദ കൊറോഷൻ ഓഫ് അയൺ. അയണിൻ്റെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് മെഷേഴ്സ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മെഷേഴ്സാണ് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം. മെഷേഴ്സ് ടു പ്രിവെൻറ്റ് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ മെഷേഴ്സാണ് നമുക്ക് നോക്കാം. വൺ വേ ടു കീപ് അയൺ ഫ്രം കൊറോഡിങ് ഈസ് ടു കീപ് ഇറ്റ് പെയിൻറ്റഡ്.
ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് എന്താ അയണിനെ പെയിന്റ് ചെയ്താൽ കൊറോഷൻ പ്രിവെന്റ് ചെയ്യും. ദ ലെയർ ഓഫ് പെയിന്റ് പ്രിവെന്റ്സ് വാട്ടർ ആൻഡ് ഓക്സിജൻ നെസസറി ഫോർ റസ്റ്റ് ഫോർമേഷൻ ഫ്രം കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് അയൺ. നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ ആ പെയിന്റിന്റെ ലെയർ എന്ത് ചെയ്യും, ഈ അയണ് വാട്ടറും ഓക്സിജനും ആയിട്ട് കോണ്ടാക്ട് വരുന്നത് പ്രിവെന്റ് ചെയ്യും. ആസ് ലോങ് ആസ് ദ പെയിന്റ് റിമെയിൻസ് ഇൻടാക്ട് ദ അയൺ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം കൊറോഷൻ. ഈ പെയിന്റ് അതിന്റെ മുകളിലുള്ളിടത്തോളം കാലം എന്താണ് അയൺ കൊറോഷന് പ്രൊട്ടക്റ്റഡ് ആവും. അതർ സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് അലോയിങ് ദ അയൺ വിത്ത് അതർ മെറ്റൽസ്. വേറെയുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അലോയ്സ് പഠിച്ചല്ലോ, ഈ അയണിന് വേറെയുള്ള അലോയ്സുമായിട്ട് മെറ്റൽസുമായിട്ടുള്ള അലോയ്സ് ഫോം ചെയ്യുക. ഈ അലോയ്സ് എന്താണ്, കൊറോഷൻ റെസിസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചു. അപ്പം ഇങ്ങനെ അയണിന്റെ അലോയ്സ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് കൊറോഷൻ പ്രിവെന്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗാൽവനൈസിങ് ഈസ് എ മെത്തേഡ് ഫോർ റസ്റ്റ് പ്രിവെൻഷൻ. ഗാൽവനൈസിങ് ഒരു മെത്തേഡാണ്. നമ്മൾ പറഞ്ഞു കോസ്റ്റൽ റീജിയൻസിൽ ഗാൽവനൈസ്ഡ് നെയിൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഗാൽവനൈസേഷൻ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സിങ്കിന്റെ ഒരു ലെയർ കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അയണോ ഏത് ഒബ്ജക്റ്റ് ആണോ അതിൽ എന്ത് ചെയ്യും, സിങ്കിന്റെ ഒരു ലെയർ തിൻ ലെയർ കോട്ട് ചെയ്യുന്നതിനാണ് ഗാൽവനൈസേഷൻ എന്ന് പറയാം. ദ അയൺ ഓർ സ്റ്റീൽ ഒബ്ജക്റ്റ് ഈസ് കോട്ടഡ് ഇൻ എ തിൻ ലെയർ ഓഫ് സിങ്ക്. ദിസ് സ്റ്റോപ്സ് ഓക്സിജൻ ആൻഡ് വാട്ടർ റീച്ചിങ് ദ മെറ്റൽ. അപ്പോൾ സിങ്കിന്റെ ഒരു തിൻ ലെയർ നമ്മൾ കോട്ട് ചെയ്യുന്നത് വഴി ഓക്സിജനും വാട്ടറും ഈ മെറ്റലിൽ എത്താതെ അത് പ്രിവെന്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാം, കൊറോഷനെ പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ വഴിയാണുള്ളത്, ഒന്ന് പെയിന്റ് ചെയ്യുക, പിന്നെ അലോയ്സ് യൂസ് ചെയ്യുക, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഗാൽവനൈസിങ്. The next question, based on the physical properties of metal, indicate whether the following statements are true or false. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. അലുമിനിയം ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നിങ്ങൾക്കറിയാം അലുമിനിയം ഇലക്ട്രിസിറ്റിന്റെ ഗുഡ് കണ്ടക്ടർ ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ദ മെറ്റൽ സീസിയം മെൽസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. നിങ്ങൾക്ക് അറിയാം എന്താണ് ഗാലിയോ സീസിയോ ഒക്കെ എന്താണ് നമ്മളെ കൈവെള്ളയിൽ ഇരുന്ന് പോലും ഉരുകി പോകുന്ന മെറ്റൽസ് ആണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണോ അത് മെൽറ്റ് ചെയ്യുന്നത്, അല്ല, ലോ ടെമ്പറേച്ചറിലാണ് മെൽറ്റ് ചെയ്യുന്നത്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ദെൻ പ്ലാറ്റിനം ഈസ് എ മെറ്റൽ വിത്ത് പുവർ മാലബിലിറ്റി. പ്ലാറ്റിനത്തിന് എന്തുണ്ട്, ഹൈ ഡക്റ്റിലിറ്റി ഉണ്ട്, മാലബിലിറ്റി ഉണ്ട്, പക്ഷെ അത്ര കൂടുതലൊന്നുമില്ല. സോ ദ ആൻസർ ഈസ് ട്രൂ. ദെൻ പൊട്ടാസ്യം ഈസ് എ ഹാർഡ് മെറ്റൽ. നിങ്ങൾക്ക് അറിയാം സോഡിയം പൊട്ടാസ്യം ഒക്കെ എന്താണ് സോഫ്റ്റ് മെറ്റൽസ് ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ദെൻ കോപ്പർ മെറ്റൽ ഈസ് സൊണോറസ്. അല്ലെ, കോപ്പറിൽ എന്തെങ്കിലും ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ, അപ്പോൾ കോപ്പർ എന്താണ് സൊണോറസ് ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ദെൻ ദ ഡെൻസിറ്റി ഓഫ് ഗോൾഡ് ഈസ് വെരി ലോ. നിങ്ങൾക്ക് അറിയാം ഡെൻസിറ്റി ഓഫ് ഗോൾഡ് എന്താ ഹൈ ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ദെൻ കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ആണല്ലേ, കോപ്പർ എന്താണ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്, ചെമ്പ് പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ട്രൂ. ദെൻ സോഡിയം ഈസ് എ ഹാർഡ് മെറ്റൽ. സോഡിയം ഹാർഡ് മെറ്റൽ ആണോ, അല്ലല്ലോ. സോഡിയം എന്ത് ചെയ്യാം, നമുക്കൊരു നൈഫ് വെച്ച് പോലും കട്ട് ചെയ്യാം. സോ സോഡിയം സോഫ്റ്റ് മെറ്റൽ ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ റീസൺസ് ഫോർ ദ യൂസ് ഓഫ് ഗോൾഡ് ഇൻ മേക്കിംഗ് ഓർണമെന്റ്സ് ഈസ് ഇറ്റ്സ് മെറ്റാലിക് ലസ്റ്റർ. നിങ്ങൾക്ക് അറിയാം ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് അതിന്റെ മെറ്റാലിക് ലസ്റ്ററിനാണ്, അല്ലെ, തിളക്കം തന്നെയാണ്. സോ ദ ആൻസർ ഈസ് ട്രൂ. നെക്സ്റ്റ്, ഡക്റ്റിലിറ്റി ഓഫ് ടങ്സ്റ്റൺ ഈസ് ഹൈ. അല്ലെ, ഡക്റ്റിലിറ്റി ഓഫ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് മെറ്റൽസ് ഈസ് സ്റ്റോർഡ് ഇൻ കെറോസിൻ. കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണയിൽ സ്റ്റോർ ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്? സോഡിയം, അയൺ, ടങ്സ്റ്റൺ, ക്രോമിയം. നിങ്ങൾക്ക് അറിയാം സോഡിയം ആണ് എന്ത് ചെയ്യുന്നത്, കെറോസിനിൽ സ്റ്റോർ ചെയ്യുന്നത്. വൈ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ കെറോസിൻ. എന്തുകൊണ്ടാണ് സോഡിയം കെറോസിനിൽ സ്റ്റോർ ചെയ്യുന്നത്? സോഡിയം ഈസ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആൻഡ് റിയാക്ട് വിഗറസ്ലി വിത്ത് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് മോയ്സ്ചർ പ്രസന്റ് ഇൻ ദ എയർ സച്ച് ദാറ്റ് ഇറ്റ് മേ കോസ് എ ഫയർ. നമ്മൾ കണ്ടുല്ലേ സോഡിയം റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ റിയാക്ഷനിൽ എന്താണ്, വാട്ടറുമായിട്ട് റിയാക്ട് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, തീ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അതെന്ത് ചെയ്യും, ഭയങ്കര തീവ്രമായിട്ട് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും മോയ്സ്ചറും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്താണ്, ഫയർ ക്യാച്ച് ചെയ്യാനും സാധ്യതയുണ്ട്. To prevent this explosive reaction, sodium is kept immersed in kerosene because sodium doesn't react with kerosene. അങ്ങനെയുള്ള എക്സ്പ്ലോസീവ് റിയാക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം എന്ത് ചെയ്യും, കെറോസിനിൽ ഇമേഴ്സ് ചെയ്യും. കാരണം എന്താണ്, സോഡിയം കെറോസിനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. The next question, the names of some metals are given below. Tungsten, gold, sodium, copper, iron, magnesium. Answer the following questions by selecting the appropriate ones from the list. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന്
ആൻസറിന് യോജിച്ചവയെ തിരഞ്ഞെടുത്ത് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് മെറ്റൽ വിത്ത് ഹൈ മാലിയബിലിറ്റി ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർണമെന്റ്സ്? നിങ്ങൾക്കറിയാം ഈ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ ടങ്സ്റ്റൺ, ഗോൾഡ്, സോഡിയം, കോപ്പർ, അയൺ, മഗ്നീഷ്യം ഇവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഗോൾഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഗോൾഡ്. ദെൻ വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ? കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽസ്. നിങ്ങൾ സോഡിയത്തിന് റിയാക്ഷൻ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സോഡിയമാണ് എന്ത് ചെയ്യുന്നത്? കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ആ റിയാക്ഷന് നമ്മൾ കണ്ടതാണ്. സോ ആൻസർ സോഡിയം. വിച്ച് ഓഫ് ദീസ് ഈസ് ഹാർഡ് മെറ്റൽ ബട്ട് കൊറോഡ്സ് ഈസിലി? ഒരു ഹാർഡ് മെറ്റലാണ് പക്ഷെ ഈസി ആയിട്ട് കൊറോഡ് ചെയ്യും. അങ്ങനെയുള്ളൊരു മെറ്റൽ ഇതിൽ ഏതാണ്? അയൺ ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗീവ് റീസൺസ് ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഈ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സിന് റീസൺസ് നമ്മൾ പറയണം. ടാമറിൻ ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലുമിനിയം വെസൽ. പുളി നമ്മൾ അലുമിനിയം വെസലുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. അതിന്റെ റീസൺ എന്താണ്? നിങ്ങൾക്ക് അറിയാം, ടാമറിനിൽ എന്തുണ്ട്? ടാർട്ടാറിക് ആസിഡ് ഉണ്ട് അല്ലെ? ഈ ആസിഡും മെറ്റൽസ് തമ്മിലുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, എളുപ്പം നശിച്ചു പോകും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ടാമറിൻ അലുമിനിയം വെസൽസിൽ സ്റ്റോർ ചെയ്യാത്തത്. സോ ആൻസർ എന്താ നോക്കിക്കേ. ടാമറിൻ കണ്ടെയ്ൻസ് ടാർട്ടാറിക് ആസിഡ് ആൻഡ് ഇറ്റ് റിയാക്ട്സ് വിത്ത് അലുമിനിയം. ടാമറിലുള്ള ടാർട്ടാറിക് ആസിഡ് അലുമിനിയമായിട്ട് റിയാക്ട് ചെയ്യും. സോ നോട്ട് സ്റ്റോർഡ് ഇൻ അലുമിനിയം വെസൽസ്. അതുകൊണ്ട് തന്നെ ടാമറിൻ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നില്ല? അലുമിനിയം വെസൽസിൽ സ്റ്റോർ ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗീവ് റീസൺസ് ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ടു അപ്ലൈ ഓയിൽ ഓൺ അയൺ ആർട്ടിക്കിൾസ് ആൻഡ് ടൂൾസ്. ഇപ്പം നമ്മൾ പറഞ്ഞൂല്ലേ, അയൺ ആർട്ടിക്കിൾസിൽ എന്താണ്? പെയിന്റ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് വെക്കും. അപ്പം അതിനുള്ള റീസൺ എന്താണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അതിനുള്ള റീസൺ എന്താ? കൊറോഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് റീസൺ. നോക്കിക്കേ. വൺ വേ ടു കീപ് അയൺ ഫ്രം കൊറോഡിങ് ഈസ് ടു അപ്ലൈ ഓയിൽ. നമ്മൾ അയണിൽ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊറോഷനെ പ്രിവെന്റ് ചെയ്യാം. ദ ലെയർ ഓഫ് ഓയിൽ പ്രിവെന്റ്സ് ദ വാട്ടർ ആൻഡ് ഓക്സിജൻ നെസസറി ഫോർ റസ്റ്റ് ഫോർമേഷൻ ഫ്രം കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് അയൺ. ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഓയിലിന്റെ ലെയർ എന്ത് ചെയ്യും? വാട്ടറും ഓക്സിജനും ഒക്കെ അയണുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് പ്രിവെന്റ് ചെയ്യും. അങ്ങനെ റസ്റ്റിംഗ് എന്ത് ചെയ്യും? ഒരു പരിധി വരെ കുറയ്ക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ്സ് ഇൻസ്റ്റെഡ് ഓഫ് അയൺ നൈഫ്സ് ആർ പ്രിഫേർഡ് ഫോർ കട്ടിംഗ് സിട്രസ് ഫ്രൂട്ട്സ്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ്സ് ആണ് യൂസ് ചെയ്യുന്നത് അയൺ നൈഫിന് പകരം. അതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാം എന്താണ്? സിട്രസ് ഫ്രൂട്ട്സിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട് അല്ലെ? സിട്രിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ സിട്രിക് ആസിഡ് എന്ത് ചെയ്യും? അയണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ പെട്ടെന്ന് റസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അലോയ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് ഒന്നും കൂടി കൊറോഷൻ റെസിസ്റ്റന്റും ആയിരിക്കും. സോ ആൻസർ സിട്രസ് ഫ്രൂട്ട്സ് കണ്ടെയ്ൻ സിട്രിക് ആസിഡ് വിച്ച് ക്യാൻ റെസ്റ്റ് ദ അയൺ നൈഫ്സ്. സോ വി യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ്. അപ്പോൾ എന്താണ്? സിട്രസ് ഫ്രൂട്ട്സിൽ ഉള്ള സിട്രിക് ആസിഡ് അയണിനെ റെസ്റ്റ് ചെയ്യിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ നൈഫ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടാമറിൻ അലുമിനിയം വെസൽസിൽ വെക്കാറില്ല എന്ന് പറഞ്ഞു. അതേ സെയിം റീസൺ തന്നെയാണ് നമ്മൾ ബട്ടർ മിൽക്ക് സ്റ്റോർ ചെയ്യാത്തതിനും. അതും എന്താണ്? ആസിഡിക് ഇൻ നേച്ചറാണ്. മോരും പുളിയുള്ള വസ്തുക്കളൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല? അലുമിനിയം വെസൽസിലൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല. കാരണം എന്താണ്? അത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. നമ്മുടെ ആക്ടിവിറ്റി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രം. ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാപ്റ്ററും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുത്. ചാനൽ നിങ്ങളുടെ ഹിന്ദിയും മാത്സും സയൻസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും കാണുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ സപ്പോർട്ട്സാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത്. അതുകൊണ്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോസൊക്കെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.